Hello everyone. ഒരു മാസം മുന്നേ എനിക്ക് മഞ്ഞപ്പിത്തം വന്നിട്ട് ഞാൻ ഫുള്ളി റെസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് എൻ്റെ കുട്ടികളായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ളവരായിട്ടോ ആരുമായിട്ട് യാതൊരു തരത്തിലുള്ള സമ്പർക്കമോ കാര്യങ്ങളൊന്നും പാടില്ല, പുറത്തിറങ്ങാൻ വേണ്ടി പാടില്ല, ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണം, റൂമിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് പല ആൾക്കാരും ഈവൻ ക്ലയൻസ് ആയിക്കോട്ടെ എൻ്റെ ഫാമിലിയിലുള്ളവരും ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഹുസ്ന ടേക്ക് കെയർ, അല്ലെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്നുള്ള തരത്തിൽ നല്ല തരത്തിലുള്ള സങ്കടം രേഖപ്പെടുത്തി. എൻ്റെ ഫാമിലിയിലുള്ളവരാണെങ്കിലും നല്ല രീതിയിൽ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിൽ ചിന്തിക്കാം. ഒന്ന് ശരിയാണ്, എൻ്റെ കുട്ടികൾ എൻ്റെ മുന്നിലുണ്ടായിട്ടും എനിക്ക് അവരെ ടച്ച് ചെയ്യാനോ എനിക്ക് അവരെ എടുക്കാനോ അവരുടെ കൂടെ കളിക്കാനോ ചിരിക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. രണ്ടാമത്തേതെന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതെങ്ങനെയാണ് മഞ്ഞപ്പിത്തം ഒരു ഓപ്പർച്യൂണിറ്റി ആവുന്നത് എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞുതരാം. ഒരു 4 വർഷമായിട്ട് ഒരു ഉമ്മ എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മൂത്ത മകന് 3 വയസ്സായി. അതേപോലെ തന്നെ ഒരു 4 വർഷത്തോളം എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഒരു നിമിഷമോ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം പോലും നമുക്ക് ആ കുട്ടികളെ പിരിഞ്ഞിട്ടിരിക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം ചിന്തിക്കാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷനില്ല. വേറൊരാൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരൊന്ന് അപ്പിയിടുന്ന സമയത്ത് അവരൊന്ന് കരയുന്ന സമയത്തൊക്കെ നമ്മളിപ്പോഴും ആ ഒരു കൺസേണിൽ തന്നെയായിരിക്കും നിൽക്കുക. ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴും അവരെന്താ ചെയ്യുന്നത്, അവർ ഓക്കെയാണോ ഈ ചിന്തയായിരിക്കും നമ്മളുടെ ഉള്ളിലേക്കൂടി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കാം. ഒരു ദിവസം പോലും അവരെ പറ്റി ചിന്തിക്കാത്തതോ അല്ലെങ്കിൽ അവരെ പറ്റി അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാത്തതോ ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലേക്കൊരു എല്ലാവരെയും പോലെ തന്നെ നമുക്കും തോന്നലൊരു ഇടയ്ക്കൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം, ഇടയ്ക്ക് സ്വന്തം കാര്യം മാത്രം നോക്കി തോന്നുന്ന സമയത്ത് എഴുന്നേറ്റ് തോന്നുന്ന സമയത്ത് ഉറങ്ങി നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും അലക്കാതെ ഒന്ന് ഫുള്ളി ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് ഇരിക്കണം എന്നുള്ളത് എല്ലാവരെയും പോലെ ഞാനും നല്ലോണം ആഗ്രഹിച്ചിട്ടുണ്ട്. സോ എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സങ്കടപ്പെട്ടിട്ട് അയ്യോ എൻ്റെ മക്കളെ കാണാൻ പറ്റുന്നില്ലല്ലോ ഇല്ലല്ലോ എന്നുള്ള തരത്തിലേക്ക് എനിക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അവസരമാണ്. എനിക്ക് റെസ്റ്റ് എടുക്കാനും എനിക്ക് ഈ പറഞ്ഞ പോലെ തോന്നുമ്പം ഉറങ്ങാനും തോന്നുമ്പോൾ എഴുന്നേൽക്കാനൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള തരത്തിലേക്ക് ഞാൻ കണ്ട സമയത്തേക്ക് എനിക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു. എൻ്റെ മൈൻഡ് ഒരുപാട് ഓക്കെ ആയിരുന്നു. എനിക്കെന്തോ ഒരു റെസ്റ്റിംഗ് ടൈം പൂർണ്ണമായും എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും പൂർണ്ണമായും റെസ്റ്റ് എന്നുള്ള തരത്തിലേക്ക് ഞാനതിനെ അക്സെപ്റ്റ് ചെയ്തപ്പോഴേക്ക് എനിക്കെല്ലാം ഓക്കെ ആയി. ശരിയാണ്, രാത്രി മക്കളെ കാണാതിരിക്കുമ്പോഴേക്കും നമുക്ക് ചെറിയ ചെറിയ രീതിയിലേക്കുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ വരുമെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പം ഞാൻ വീണ്ടും അവരുടെ റിയാലിറ്റിയിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഈ ഒരു ടൈം ഞാൻ എനിക്ക് കൊടുക്കേണ്ട ടൈമാണെന്നുള്ളതും അത് ഫുഡ് നമ്മളുടെ മുന്നിലേക്ക് വരും, നമുക്കിഷ്ടമുള്ളത് വായിക്കാം, നമുക്കിഷ്ടമുള്ളത്ര ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കുറേ കാലത്തിന് ശേഷം സമയത്തിനിങ്ങനെ വിപുലീകരിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതും യൂട്യൂബിലൊക്കെ അങ്ങനത്തെ വീഡിയോസ് ഉണ്ട് നാട്ടിൽ ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അറിയുന്നതും കുറേ ലൈഫിലുള്ള കുറേ ആൾക്കാരുടെ ഗോസിപ്സൊക്കെ കാണുന്നതും ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചല്ലേ, ഇത്രയും ആൾക്കാർ അതിൻ്റെ ഇടയിൽ ഡിവേഴ്സായി പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഞാൻ അറിഞ്ഞത് ആ ഒരു റെസ്റ്റിംഗ് പീരീഡിലായിരുന്നു. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ട ഡ്രസ്സ് പോലും അലക്കാത്ത വിധത്തിലേക്ക് ഒരു ലക്ഷറി ലൈഫായിരുന്നു എനിക്കവിടെ ഉണ്ടായത്. അപ്പം നമുക്ക് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇപ്പോഴും അതെനിക്ക് കുട്ടീനെ കാണാൻ സങ്കടമില്ലെന്ന് നിൽക്കുമ്പോൾ സങ്കടം ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനെ ഞാൻ സങ്കടപ്പെട്ടിട്ട് കളയുന്നതിന് പകരം എനിക്കിപ്പം കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്യൂട്ടിഫുള്ളി ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ബ്യൂട്ടിഫുള്ളി എനിക്ക് ആ സമയത്ത് ഇരുന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പെൻഡിങ് ആക്കി വെച്ചിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്, ബുക്സ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, സിനിമകളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കണ്ട് ആ ഒരു ടൈമിനെ ബ്യൂട്ടിഫുള്ളി എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ഇതുപോലെ നിങ്ങൾ കടന്നു പോകുന്ന സ്റ്റേജസ് ഉണ്ടാകും. ഇപ്പോൾ ഹസ്ബൻഡ് നാട്ടിലില്ലാത്ത ലേഡീസ് ഉണ്ടാകും, എന്താ ചെയ്യുക, അങ്ങനെയാ ചെയ്യുക, അവരില്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്നൊക്കെ ചിന്തിക്കുമ്പം അതിന് നിങ്ങൾക്കിപ്പം അതിനൊന്നും മാറ്റാനൊന്നും കഴിയൂല. നിങ്ങൾക്ക് അവരെ പിടിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങൾക്കിപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് കിട്ടിയ ഈ ഫ്രീ ടൈം എന്ന് പറയുന്നത് അതിനെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ യൂട്ടിലൈസ് ചെയ്യാം. കാരണം നമ്മളുടെ കൂടെ പാർട്ട്ണർ ഉണ്ട് എന്ന് പറയുമ്പം നമ്മളുടെ ഒരു ഭൂരിഭാഗം എനർജി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം പാർട്ട്ണർ ഇല്ല എന്ന് പറയുമ്പം അത്രയും ടൈം ആയിക്കോട്ടെ അത്രയും എനർജി ആയിക്കോട്ടെ നമുക്ക് ഫ്രീ ആണ് താനും. അപ്പോൾ ആ ഒരു കാര്യത്തിനെ വേറെ എന്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, അതിലെന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് ഉണ്ടായേക്കാം, സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടായേക്കാം, ആ കാര്യത്തിലേക്ക് ഉപയോഗിക്കാം. ഇനി കുട്ടികളില്ലാത്തവരാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സമയം, ഇനി കുട്ടികൾ ഉള്ളവരാണെങ്കിൽ അവരോടൊപ്പം അങ്ങനെ നമ്മളുടെ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, ഈ റിയാലിറ്റിയിൽ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ എനിക്ക് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, എങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് മാറി ചിന്തിക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം കുറേ കൂടി നമുക്ക് ഗ്രേറ്റ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലതാണ്. സോ ഞാൻ എൻ്റെ മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യത്തിൽ നല്ല ഗ്രേറ്റ്ഫുള്ളാണ്. ഞാനത് നല്ല രീതിയിലേക്ക് ആസ്വദിച്ച് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം.